ഹായ് ഫ്രണ്ട്സ്, 5/5/2025 നടന്ന KSR എക്സാം അക്കൗണ്ടസ്റ്റ് ഹയർ പാർട്ട് 2 പേപ്പർ 3 അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം ഓഫ് അപ്ലിക്കേഷൻ ഫോർ ഫാമിലി പെൻഷൻ ഈസ് ഡാഷ്. റൂൾ 13 പാർട്ട് 3 Kerala Service Rules. Option A Form A, Option B Form B, Option C Form C, Option D Form D. Correct answer is Option B Form B. KSR Volume 2 പാർട്ട് 3 അപ്പൻഡിക്സ് 13 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 13 അതിൽ രണ്ടായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി പെൻഷൻ ലഭിക്കുന്നതിനുള്ള അപ്ലിക്കേഷൻ ഫോം ബി ആണെന്നും, അതേപോലെ തന്നെ ഇഞ്ചുറി പെൻഷൻ ഗ്രാറ്റുവിറ്റി ഫോം എന്ന് പറയുന്നത് ഫോം എ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. Next question, an officer was on suspension for a period of 200 days. Then his eligibility for all compensatory allowances for a maximum period of Option A 200 days, Option B first 120 days, Option C first 150 days, Option D first 180 days. Correct answer is Option D ഫസ്റ്റ് 180 ഡേയ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 7 റൂള് 55 നോട്ട് 3A ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 180 ദിവസത്തേക്കാണ് ഈ കോമ്പൻസേറ്ററി അലവൻസസ് സസ്പെൻഷനിലായിരിക്കുമ്പോൾ ലഭിക്കുക. The maximum period of which the compensatory allowance may be paid shall be limited to 180 days. Next question, special allowance for holding full additional charge will not be paid unless the period of additional charge exceeds Option A 14 working days, Option B 14 days, Option C 15 working days, Option D 15 days. Correct answer is Option A 14 working days. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 6 റൂൾ 53 C. The period of additional charge exceeds 14 working days in the case of full additional charge and 1 month in the case of discharge of current duties only. The withdrawal of special allowance should not be allowed for a period exceeding 3 months on any account. Next question, children below dash years can be counted as a member of a family for the purpose of claiming road mileage. Option A 3, Option B 4, Option C 5, Option D none of the above. Correct answer is Option C 5. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 ചാപ്റ്റർ 2 റൂൾ 67 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഡിസിഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻ ബിലോ 5 years can be counted as members of a family for the purpose of claiming road mileage. Next question, in the case of dash there is no distinction between the different grades of officers. Option A conveyance allowance, Option B daily allowance, Option C road mileage, Option D none of the above. Correct answer is Option C road mileage. മൈലേജ് അലവൻസ് ഇപ്പോൾ 2 രൂപ 50 പൈസയാണ് പെർ കിലോമീറ്ററിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓഫീസർ ഇൻ ദ ലാസ്റ്റ് ഗ്രേഡ് appointed in a temporary vacancy of less than dash months duration is exempted from producing a medical certificate of health. Option A 6, Option B 3, Option C 9, Option D no specific period.
Correct answer is option A 6. KSR Volume 1 Part 1 Chapter 3 General Conditions അതിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ റൂൾ 13 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൂൾ 13 നോട്ട് 3 ദ ഫോളോയിങ് ഓഫീസേഴ്സ് ആർ എക്സെപ്റ്റഡ് ഫ്രം പ്രൊഡ്യൂസിങ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഹെൽത്ത്. അതിൽ 3 ആയിട്ട് പറയുന്നുണ്ട്. ആൻ ഓഫീസർ ഇൻ ദി ലാസ്റ്റ് ഗ്രേഡ് അപ്പോയിൻറ്റഡ് ഇൻ എ ടെമ്പററി വേക്കൻസി ഓഫ് ലെസ് ദാൻ 6 months ഡ്യൂറേഷൻ. അങ്ങനെയുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തി മെഡിക്കൽ എക്സാമിനേഷനും കൂടെ നടത്തിയിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് അല്ലാത്ത ഒരു ഓഫീസർക്ക് 3 months കുറവാണ് ഡ്യൂറേഷൻ എങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു റിട്ടയർഡ് ഓഫീസർ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റഡ് ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. Next question. An officer was on duty from 1st January 1995 and retired from service on 31st January 2024. He was on leave without allowance with medical certificate from 1st June 1999 to 31st December 1999 and was on leave without allowance on medical certificate from 1st February 2017 to 31st March 2017. Then the qualifying service that can be reckoned for DCRG is option A 28 years, option B 29 years, option C 30 years, option D none of the above. Correct answer is option B 29 years. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷത്തെ സർവീസ് ഉണ്ടെന്ന് നോക്കാം. അപ്പം ഇവിടെ 29 വർഷത്തെ സർവീസാണ് 1995 മുതൽ 2024 വരെ അദ്ദേഹത്തിന് ഉള്ളത്. അതിൽ അദ്ദേഹത്തെ ലീവ് വിതൗട്ട് അലവൻസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടി 2 പ്രാവശ്യം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സർവീസ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. അങ്ങനെ ആവുമ്പോൾ അവിടെ ഡിഡക്ഷൻ ഒന്നുമില്ല. അപ്പോൾ 29 വർഷത്തെ ക്വാളിഫയിങ് സർവീസാണ് അദ്ദേഹത്തിനുള്ളത്. ഇവിടെ DCRG ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ 29 വർഷം ആണ്. ഇവിടെ ഇപ്പോൾ പെൻഷനാണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മിനിമം പെൻഷനും മാക്സിമം പെൻഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ റൗണ്ടിങ് ആണ് നടത്താറ്. ഇപ്പോൾ പെൻഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 30 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് ഉണ്ടായേനെ. പിന്നെ DCRG കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 33 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിലാണ് നമ്മൾ മുഴുവൻ DCRGയും കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. ഇതിനെ പറ്റിയൊക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് കേൾക്കുക. എല്ലാവർക്കും നന്നായിട്ട് ഈ ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇത്രയൊക്കെ പഠിച്ചാൽ മതിയോ പാസ്സാവുമെന്ന്. പാസ്സാവുന്നേ, എല്ലാവരും പാസ്സാവും. ആ കോൺഫിഡൻ്റ് ആണ് എല്ലാവർക്കും വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് മന്ത് ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ പെൻഷനർ എലോങ് വിത്ത് ദി bill for pension every year? Option A January, option B April, option C September, option D December. Correct answer is option D December. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR Volume 2 Part 3. അതിൽ തന്നെ റൂൾ 128 B ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഡിസംബറിലാണ് എല്ലാ വർഷവും ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെല്ലാമാണ് ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഗസറ്റഡ് എംപ്ലോയീസ്, വില്ലേജ് ഓഫീസേഴ്സ്, സബ് രജിസ്ട്രാർസ് ആൻഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഓഫ് പഞ്ചായത്ത്സ്. ഈ ഓപ്ഷനൊക്കെ തന്നിട്ട് തന്നെ ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാത്തതാരാണ്, കൊടുക്കാൻ പറ്റുന്നതാരാന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി occurs in the first year of service,
then the admissible gratuity will be equal to dash emoluments. Option A 2 months, option B 3 months, option C 6 months, option D none of the above. Correct answer is option A 2 months. Next question. When an officer perform both rail and air journey on the same day, then he will be allowed to draw the actual incidental expenses at the prescribed rates subject to a minimum of dash daily allowance for both the air and rail journey together. Option A 1/4, option B 1/2, option C 1, option D not eligible. Correct answer is option C 1. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 റൂൾ 34 അതിൽ നോട്ട് 2 34 നോട്ട് 2. When an officer performs both rail and air journey on the same day, he will be allowed to draw the actual incidental expense at the prescribed rates subject to a minimum of 1 daily allowance for both the air and rail journeys together. എക്സാമിന് ഇങ്ങനെ ഒത്തിരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമുക്കിത് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ എഴുതാവുന്നതാണ്.